ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഓണസദ്യ സ്പെഷ്യൽ പപ്പായ ഓലനാണ് കേട്ടോ. നമുക്ക് കുറച്ച് വെറൈറ്റി ആക്കാം. കുമ്പളങ്ങയെല്ലാം നമുക്കൊന്ന് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തൊടിയിലുണ്ടായ പപ്പായ വെച്ചിട്ട് ഓലൻ തയ്യാറാക്കാം. വളരെ രുചികരമായ ഒരു ഓലൻ തന്നെയാണ് നമുക്ക് കിട്ടുക. ഒന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പപ്പായയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക? പല പേരുകളുണ്ട് ഇതിന്. കപ്പളങ്ങ, പപ്പായ, ഓമക്കായ, ഇങ്ങനെ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. ഞാനൊരു ചെറിയ പപ്പായയാണ് എടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വളരെ കനം കുറച്ച് വേണം കേട്ടോ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ചതിന് ശേഷം 250 ml ഒരു കപ്പും 125 ml ഒരു കപ്പും പപ്പായ വളരെ കനം കുറച്ചരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 8ഓളം പച്ചമുളക് അത് നമുക്കിതിലേക്ക് നടുപൊളിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നാടൻ കറിവേപ്പില അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 125 ml 2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട്. പപ്പായ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും വേവാൻ. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ മതി വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml ഒരു കപ്പ് തേങ്ങയും അതേ കപ്പിൽ തന്നെ വെള്ളവും ചേർത്ത് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാം. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. വെന്ത് വന്ന പപ്പായയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത നമ്മുടെ തേങ്ങാപ്പാലാണ്. 1-ാം പാല് 2-ാം പാല് എന്നൊന്നുമില്ല. മൊത്തത്തിൽ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളക്കാറാവുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങാപ്പാലിൽ നിന്നും കുറച്ച് തേങ്ങാപ്പാൽ ഇതിൽ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കുക. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഓലനിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ പപ്പായ ഓലൻ ഒന്ന് കുറുകി വരാനായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അരിപ്പൊടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിനൊരു വേറെ ഒരു ടേസ്റ്റാണ്. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് ഉടച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടിത് കുറുകാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഓലൻ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പ് കുറവ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും നമ്മുടെ ഈ ഓലൻ. ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കുറുക്കം വരും കേട്ടോ. കണ്ടില്ലേ, വളരെ രുചികരമായ ഒരു ഓലനാണ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. തീയൊക്കെ നമുക്ക് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് താളിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് താളിക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ചെറിയ ചീനച്ചട്ടിയോ പാനോ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു വറ്റൽമുളക് പൊട്ടിച്ച് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നല്ല നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ താളിപ്പ് നമ്മുടെ ഓലനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ വളരെ രുചികരമായ ഓണം സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു വെറൈറ്റി ഓലൻ നിങ്ങൾ ഈ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കൂ.
നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ രുചികരമായ ഒന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.